friends, welcome to Biyas kitchen. ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന കാജ, അതായത് മടക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഈ സിമ്പിൾ സ്നാക്ക് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്പം ചേരുവകൾ ചേർത്ത് എങ്ങനെ കാജ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാജ റെഡിയാക്കുന്നതിനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അരിച്ചെടുത്ത മൈദയാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവായിട്ട് പറയുന്നത്, ഇപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തെങ്കിൽ അതിൻ്റെ പകുതി വെള്ളമാണ് വേണ്ടത്. ആ പകുതി വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഫുള്ളായിട്ടൊരു കപ്പല്ല എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെള്ളം മാറ്റിയതിന് ശേഷമാണ് മെഷർമെൻറ്റ് കപ്പിൽ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4.5 ടീസ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് 2 ടീസ്പൂൺ നമുക്ക് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ആവശ്യമാണ്. ബാക്കി നമുക്ക് പരത്തിയെടുക്കുന്ന ടൈമിലാണ് വേണ്ടത്. പരത്തിയെടുക്കുന്ന ടൈമിൽ മൈദയുടെ ആവശ്യമുണ്ട്, അതിനായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. ഈ 3 ഐറ്റംസ് കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കാജ യെല്ലോ കളറിലാണല്ലോ കിട്ടുന്നത്. അത് മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് അങ്ങനെ യെല്ലോ കളറായിട്ടിരിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടാകുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ ഒരിത്തിരി ടൈറ്റിലായിരിക്കണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. ചൂടുവെള്ളമല്ല കേട്ടോ ഇതിലോട്ട് ഒഴിച്ചെടുക്കേണ്ടത്, സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചെടുക്കേണ്ടത്. ഇതിൽ ഗീ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ ബട്ടർ മെൽറ്റാക്കിയും ഉപയോഗിക്കാം. മാവ് നല്ലപോലെ കുഴച്ചെടുത്തു. ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമുള്ളത്. മാവ് റെഡിയാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് മാവ് റെഡിയാക്കി കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുക്കാം. 1 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാവ് മാറ്റിയെടുക്കാം. അതിനുശേഷം 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈക്വൽ പാർട്ടായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് 4 പാർട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മൈദ വിതറിക്കൊടുക്കാം. അതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം റോൾ പിൻ ഉപയോഗിച്ച് നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇതേ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന നെയ്യിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേ ഷേപ്പിൽ നമുക്ക് പരത്തി കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ഷേപ്പിൽ ഞാൻ പരത്തിയെടുത്തത്. ഇനി ഇതിന് മുകളിലേക്ക് അല്പം മൈദ വിതറിക്കൊടുക്കാം. മൈദക്ക് പകരം അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ലെയറാക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലെയർ നല്ല ഷേപ്പായിട്ട് നല്ല വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റെഡിയാക്കി എടുക്കുന്നത് ചെറിയ കാജയാണ്. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡ് വശം ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് നമുക്ക് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അല്പം മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വേണം ഒന്ന് പരത്തിയെടുക്കാനായിട്ട്.
നമ്മുടെ റെഡിയാക്കുന്നത് ഒരുപാട് വലിപ്പമുള്ള കാജയല്ല, വളരെ ചെറിയ കാജയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. റോളിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കാജയുടെ വലിപ്പം കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ചെയ്യരുത്, ആ യെല്ലോ കളറിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ലെയറൊന്ന് ശരിക്കൊന്ന് ഷേപ്പിലേക്ക് കിട്ടാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭാഗം ബ്രൗൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, ഇങ്ങനെ മറിച്ചിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് രണ്ട് സൈഡും നല്ലപോലെ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് നമുക്കിതിലേക്ക് പഞ്ചസാരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര സിറപ്പ് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്.